കഴിഞ്ഞ 20 വർഷമായി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ വലിയ രീതിയിൽ ജനകീയ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ആ സാഹചര്യം മാറി കുറച്ചുകൂടി പക്വത ആർജിക്കുന്ന ഒരു നേതാവായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുൽ ഗാന്ധിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹം ഭാഗ്യവാനാണ്. കാരണം ഇത്രത്തോളം രാഷ്ട്രീയത്തിൽ പരിശീലനം കിട്ടാനും അതേസമയം നേതൃനിരയിൽ തന്നെ നിൽക്കാനും കഴിഞ്ഞ അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമെല്ലാം ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ പക്വത ആർജിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കുറച്ചുകൂടി ജനകീയനായി അതോടൊപ്പം തന്നെ പൊതുവേദികളിൽ സംവദിക്കുന്നതും ആ സംവാദത്തോടൊപ്പം തന്നെ പത്രലേഖകരുടെ ചോദ്യത്തിനും മറുവശത്തുള്ള BJPയുടെ ചോദ്യങ്ങൾക്കുമെല്ലാം മറുപടി പറയാൻ പഴയ കാലത്തേക്കാളേറെ കുറച്ചുകൂടി ആവേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പഴയതിനേക്കാൾ പക്വത ആർജിച്ചു എന്നുള്ള ഒരു വസ്തുത നമുക്കെല്ലാം അംഗീകരിക്കാം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ സ്വാധീനം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. സമീപകാലത്ത് അദ്ദേഹം മോദിയുമായി പരസ്യ സംവാദത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. ഈ വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് 2014 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയും മോദിയും രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ അവരുടേതായ അഭിപ്രായങ്ങളും ചോദ്യോത്തരങ്ങളും അതിന് മറുപടി പറയുന്ന സാഹചര്യങ്ങളുമെല്ലാം അന്ന് രണ്ടുപേരും ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയതാണ്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും പൊട്ടൻഷ്യൽ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ്സ് ആണ് എന്നുള്ള സാഹചര്യത്തിൽ FICCI ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റേജിൽ വളരെ നല്ല ഒരു സംവാദം, നേരിട്ടുള്ള സംവാദം അല്ലെങ്കിലും അവിടെ നടക്കുകയുണ്ടായി. അത് പത്രലേഖകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയുണ്ടായി. പക്ഷെ അന്ന് മോദി നന്നായിട്ട് സ്കോർ ചെയ്തു എന്നുള്ളത് നന്നായിട്ട് അക്കാലത്തെ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കാലക്രമേണ ഈ സാഹചര്യത്തിന് വ്യത്യാസം വന്ന രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് വ്യത്യാസമുണ്ടാവുകയും ഇപ്പോഴും അദ്ദേഹം മോദിയുമായൊരു ചർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. പക്ഷെ അതിനുള്ള മറുപടി ഇന്നത്തെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു കാണും. BJP ആണ് അതിന് മറുപടി പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനും സംവാദത്തിനും മോദിയല്ല വരുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് വിഭാഗത്തിലെ BJPയുടെ യുവ നേതാവായ അഭിഷേക് കുമാറാണ് അദ്ദേഹം മറുപടിയായിട്ട് വരുന്നത്. ചുരുക്കത്തിൽ മോദിയല്ല വരുന്നത്, രാഹുൽ ഗാന്ധിക്ക് ചെറുപ്പക്കാരനായ ഒരു BJPയുടെ അതേസമയം BJPയുടെ ബൗദ്ധിക കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് BJP കൊടുത്ത മറുപടി. അപ്പോൾ അതിൻ്റെ ചുരുക്കത്തിൽ BJP നൽകുന്ന സന്ദേശം രാഹുൽ ഗാന്ധി മോദിയും ഒരേ തട്ടിലായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അതോടൊപ്പം മോദിയുമായ ഒരു ചർച്ചയ്ക്ക് അത് സ്വീകരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും എന്നുള്ള വസ്തുത BJPയുടെ രാഷ്ട്രീയ വൃത്തങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടുമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയായി മോദി രാഹുൽ ഗാന്ധിയേക്കാൾ വളരെ ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി ഈ മറുപടിയിൽ കൂടി ഇന്നത്തെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് മോദിക്ക് പകരം ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയത്തിൽ ആശയപരമായ സംവാദം വേണ്ടതാണ്. അത് പ്രകടന പത്രികകളെക്കുറിച്ചാകാം, രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചാകാം, വിദേശ നയത്തെക്കുറിച്ചും ദേശീയ സുരക്ഷയെക്കുറിച്ചും, അങ്ങനെ ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെയും സാമ്പത്തികവും സാമൂഹികമായ വളർച്ചയെക്കുറിച്ചും അന്തർദേശീയ കാര്യങ്ങളും ചുരുക്കത്തിൽ ഭാവി രാജ്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംവാദം നൽകുന്നത് രാഷ്ട്രീയ സംസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് സംശയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മറുപടിക്ക്, രാഹുൽ വെല്ലുവിളിക്കുള്ള മറുപടി മോദിയല്ല, മറിച്ച് മറ്റൊരു ചെറുപ്പക്കാരനാണ് അവിടെ മറുപടി പറയാൻ വരുന്നത് എന്നുള്ള നിലയിലാണ് BJP വൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് BJP മോദിയെയും രാഹുൽ ഗാന്ധിയെ ഒരേ തട്ടിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ ഗാന്ധി പഴയതിനേക്കാൾ കൂടുതൽ പക്വത ആർജിച്ചിട്ടുണ്ട്, പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ട്, കുറച്ചുകൂടി ഷാർപ്പായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അത്രത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വത ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം.